ഹലോ 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 PVR PXL ഗുരുവായൂർ അമ്പലനടയിൽ ഞങ്ങൾ മൂന്നാമത് തവണയും ഇവർ ആദ്യത്തെ തവണയും കാണാൻ വന്നേക്കുന്നത്. ഈ സിനിമ ഇന്ന് PXL H2H സ്ക്രീനായിട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. സ്കാൻ ചെയ്ത് ബുക്ക് ചെയ്യാമെന്ന് ഒരു ഗുണമുണ്ട്, എക്സ്ട്രാ ചാർജ് ആവില്ല. 270 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. 3ആയിട്ടും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് 5 ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അനുവയുടെ അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് PVR PXL ഫോറമോളിലും വരുന്നത് കേട്ടോ. അകത്തേക്ക് കയറിയത് അച്ഛനും ഓർമ്മ വന്നത് ഹൈദരാബാദിലുള്ള പ്രസാദ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് PCX സ്ക്രീനാണ്. ഞങ്ങളെല്ലാവരും കൂടി ലയൺ കിങ് 3D PCXൽ പോയി കണ്ടതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഈ സിനിമ ഡോൾബി അറ്റ്മോസ് പ്രസൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ സിനിമയൊക്കെ കണ്ട് വീട്ടിലെത്തി. ഇവരുടെ അഭിപ്രായം ഇവർ പറയും. ഞാൻ 3 തവണ സിനിമ കണ്ട്, അതിനെപ്പറ്റി അഭിപ്രായം ഞാൻ അവസാനം പറയാം. ഞാനും 3 തവണ കണ്ട്. ഞാനും ഒരു തവണ കണ്ട്. എനിക്ക് ഗുരുവായൂരമ്പ നടയിൽ നല്ല ഇഷ്ടമായി. നല്ല തമാശ, ബേസിലിൻ്റെ പൃഥ്വിരാജിൻ്റെ തമാശ ഭയങ്കര ഇഷ്ടം. സീരിയസ് കുറേ കണ്ടിട്ട് ഇപ്പം നല്ലൊരു സിനിമ ഉണ്ട്, തമാശയുള്ള സിനിമ. ബേസിലിൻ്റെ അടിപൊളി ഡാൻസും പിന്നെ എന്താണ് അവളൊരു അനശ്വര ഡാൻസ്. ആ ഡാൻസ് നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടം. കളർഫുള്ളും പിന്നെ അതുപോലെ അതിൽ ഓരോരുത്തർ കളിക്കുന്ന ഇതാ ഡാൻസുകളിൽ അമ്മമാരൊക്കെ കളിക്കുന്നു, നല്ല രസമായിട്ടുണ്ട്. അതിൽ പക്ഷേ ഭംഗി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും നമ്മൾ മറ്റുള്ള സിനിമയിലെ കാണാനെക്കാട്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡ്രസ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ ബേസിലിൻ്റെ കൂടെയുള്ള 2 ചങ്ങാതിമാരില്ലേ, അവരും ഒരനിയന, അതും നന്നായിട്ടുണ്ട്. പിന്നെ അനിയനായിട്ട് അഭിനയിച്ച നമ്മുടെ സ്വന്തം സാഫ് ബോയ് ആണ് യൂട്യൂബില്. എങ്കിലും അതും നന്നായിട്ടുണ്ട് കേട്ടോ. ആ പയ്യനും നന്നായിട്ടുണ്ട്. എനിക്ക് പേരൊന്നും അറിയത്തില്ല. മറ്റേ ആള് സിജു സണ്ണി, നമ്മുടെ രോമാഞ്ചൻ സിനിമയില് മറ്റേ കോട്ടൊക്കെ ഇട്ട് മുണ്ട കൊടുത്തിട്ട് മറ്റേ കള്ളുടിയനായിട്ട് നടക്കൂലേ. അതവനെ എനിക്ക് പേരൊന്നും അറിയത്തില്ല. നന്നായിട്ടുണ്ട് എല്ലാവരും. പിന്നെ ജഗദീഷും നല്ല റോളാണ് അതിനകത്ത്. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് ഇപ്പൊ ജഗദീഷ്. പിന്നെന്താ പറയേണ്ടത്, എല്ലാവരും പോയി കാണണം. അല്ല, നല്ല സിനിമ തിയേറ്ററിൽ തന്നെ കാണണം, എന്നാലും ആ പാട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും. അയ്യോ അത് മറന്നു, അജുവിൻ്റെ കാര്യം പറയാൻ മറന്നു. അത് നല്ല അടിപൊളിയായി ശരിക്കും പറഞ്ഞാൽ. എന്തൊരു ബഹളമാണ് അതിനകത്ത് കാണിക്കണത് ശരിക്കും. പാട്ട് നല്ല മാച്ച്. പിന്നെ ആ എന്താ പറഞ്ഞ ആ സാധനം ഡ്രോൺ, അത് പറക്കണതും അതിന്മേൽ കിടന്നതാണൊക്കെ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ചിരിച്ച് പാടുവരും ശരിക്കും പറഞ്ഞു. ശരിക്കും ഈ സിനിമയുടെ ഏറ്റവും അടിപൊളി ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ് ആണ്. കുറെ പേർക്ക് ആ ഭാഗം ഇഷ്ടപ്പെട്ടില്ല. കുറെ പേര് പറഞ്ഞു ഇത് വെട്ടം പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ, ഇതെന്ത് കാട്ടിക്കൂട്ടലാണ്, അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞു. അതൊരു ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട്, അത് ഞാൻ അവരെ മാനിക്കുന്നു. ചിലവർക്കത് ഇഷ്ടപ്പെട്ടില്ല, നമുക്കത് ഇഷ്ടമായി എന്നുള്ളതാണ്. പിന്നെ ഇതിലെ മെയിൻ കാര്യം, നിങ്ങൾ കണ്ട ഗുരുവായൂർ അമ്പലം ഇതിനകത്ത് കാണിച്ചത് മൊത്തം സെറ്റാണ്. അത് ശരിക്കും കണ്ടാ നമുക്ക് അയ്യോ ഇത് ഗുരുവായൂർ അമ്പലത്തിൽ, അവിടെ വലിയ തിരക്കാണല്ലോ. അപ്പം ഞാൻ ഓർത്ത് ഈ സിനിമയൊക്കെ പോയി അവിടെ പോയി എങ്ങനെ ഷൂട്ട് ചെയ്യണം ഈ തിരക്കിൻ്റെ ഇടയിൽ ഡ്രോണും ഒക്കെ പറപ്പിച്ചിട്ട്. ഇപ്പം നിഖില് പറഞ്ഞപ്പോഴാണ് സെറ്റാണെന്ന് മനസ്സിലായത്. അടിപൊളി, മനസ്സിലായില്ല. അരൂരാണ് എല്ലാ സെറ്റും, അതായത് ഗുരുവായൂർ അമ്പലം. ഈ സെറ്റിന്റെ ഇട്ടേക്കണത് നമ്മുടെ ഫാക്ടിന്റെ അവിടെയാണ്. പക്ഷെ അരൂര് തന്നെയാണ് നമ്മളുടെ മഞ്ഞുമൽ ബോയ്സും അതുപോലെ തന്നെ മറ്റേ വേറൊരു സിനിമ ഉണ്ടായിരുന്നല്ല, വർഷങ്ങൾക്ക് ശേഷത്തിന്റെ സെറ്റ് എല്ലാം ഇപ്പൊ അവിടെ ഫാക്ടിലായിരുന്നു. ഫാക്ടില് ഒരു കാര്യം എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ, മലയാള സിനിമ ഈ അടുത്ത് വന്നത് എല്ലാത്തിന്റെ ഒരു സവിശേഷത. 2018 ഫ്ലഡ് പൂള് സെറ്റിട്ട് കാണിച്ച്, ബ്രഹ്മയുഗത്തിൽ മന സെറ്റിട്ട് കാണിച്ച്, മഞ്ഞുമൽ ബോയ്സിൽ എന്താണ് ഗുഹ സെറ്റിട്ട് കാണിച്ച്, വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ കൊണ്ടുപോയി ചെന്നൈ സെറ്റിട്ട് കാണിച്ച്. സെറ്റ് ഇടുന്നതിൽ ഇപ്പം ഭീകരന്മാരായി മാറിയിരിക്കുകയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. സാബു സിറിൽ എന്നുള്ള മനുഷ്യനെ നമ്മൾ മറന്നിട്ടില്ല. ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും, ബാഹുബലി ഉൾപ്പെടെ എന്തെടുത്ത് നോക്കിയാലും സെറ്റിട്ടേക്കണ ആരാ? മലയാളിടാ. അതുപോലെ തന്നെ ഇതില് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്. ഒരു ചേച്ചി സെറ്റാണ്, പക്ഷെ ആ ചേച്ചി ഗുരുവായൂരമ്പലാന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കണത് ഞാൻ ശരിക്കും അത്രയും ഒറിജിനാലിറ്റി ആണത്. അത് കണ്ട ഒറിജിനൽ അല്ലാന്ന് മനസ്സിലാവൂല. ആ ചേച്ചി പോയി തൊഴുതിട്ടുണ്ടെങ്കിൽ അത് പറ്റിപ്പോവാർക്കും വേണമെങ്കിൽ. അതിനകത്ത് പിന്നെ പറയാവുന്ന കൃഷ്ണൻ വന്നത് അത് നല്ല രസമായിട്ടുണ്ട്. അല്ല, കൃഷ്ണൻ വന്നതേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും.
പിന്നെ എനിക്ക് മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സെറ്റ് ഇടുമ്പോഴേക്കും ആ ഒരു അമ്പലം മാത്രമേ സെറ്റ് ഇട്ട് കണ്ടുള്ളൂ. പക്ഷെ ഈ ഒരു സിനിമയിലെന്ന് പറഞ്ഞാൽ ഫുൾ ആ സൈഡിൽ എങ്ങനെയാണോ ഷീറ്റ് ഇട്ടേക്കണത്, ഇപ്പുറത്തെ സൈഡിൽ ആ ഓഡിറ്റോറിയം എങ്ങനെയാണ്, എല്ലാ സെറ്റാണ്. ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടാമത്തെ തറവാടാണ്. ഇടക്കിടക്ക് പോകുന്നതുകൊണ്ട് ഈ കാര്യത്തിൽ പറയാൻ അനുഭവം കഴിഞ്ഞ് വേറെ ആരും ഉള്ളൂ. ഇവര് മറ്റേ എക്സ്ചേഞ്ച് ഓഫറിന്റെ ആൾക്കാരാണ് ഫാമിലി പരമായിട്ട്. അതായത് എനിക്ക് ഇന്നത് വേണോ ഇന്നത് വേണോ എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കൽ പരിപാടിയാണ്. ആ മറ്റേ PK പറയൂലേ, അതായത് എനിക്ക് ഇന്നത് തന്നാൽ ഞാൻ വന്ന് ഇന്നത് ചെയ്യാം, എനിക്ക് ഇന്നത് തന്നാൽ എനിക്കിത് സാധിച്ചു തന്നാൽ ഞാൻ അവിടെ വന്ന് കൊടുക്കേ പൈസ ഇടാം. ഈ ടീമാണിത്. ഞാൻ പറയും കൃഷ്ണനാണെങ്കിൽ പിന്നെ എക്സ്ചേഞ്ച് ഓഫറിന്റെ ആളാണ്, വാ ഞാൻ തരാം, ആ മൈൻഡാണ്. ഞാനൊരു കൃഷ്ണഭക്തയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമയിലെ ആ ഗുരുവായൂരമ്പലം അതിൻ്റെ ആ ഒരു ക്ലൈമാക്സിൻ്റെ ആ സീനും ഇതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ശരിക്കും ഒറിജിനലായിട്ട് അമ്പലത്തിൽ പോയി ഷൂട്ട് ചെയ്ത ആ ഒരു സെയിം രീതി തന്നെ. ഈവൻ ആ സൈഡിൽ നമ്മുടെ അംബാനി കൊടുത്ത ഗോൾഡിന്റെ തുലാഭാരം ഉണ്ട്. ഇപ്പൊ അത് അംബാനി കൊടുത്ത ഗോൾഡിന്റെ തുലാഭാരം ഉണ്ട്. അതുവരെ ആ സെറ്റിൽ ആ സൈഡിൽ അവർ കാണിച്ചു എന്നുള്ളതാണ്. അംബാനി വന്നിട്ട് എത്രയോ കിലോന്റെ സ്വർണത്തിന്റെ തുലാഭാരമാണ് കൊടുത്തത്. അതുവരെ ആ സിനിമയിൽ ഇങ്ങനെ സൈഡിൽ കാണിച്ചപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ എനിക്ക് ഡൗട്ടായി, ഇനി എങ്ങാനും ആ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഇനി സെറ്റ്, ബാക്കിയുള്ളതൊക്കെ ഒറിജിനലായിട്ട് എടുത്തതാണോ എന്ന് വരെ എനിക്ക് ഡൗട്ടായി. കാരണം അത്ര ജനങ്ങളൊക്കെ അല്ല ഒറിജിനൽ അതാണ് മൊത്തം സെറ്റ്. എനിക്ക് അത്ര ജനങ്ങളൊക്കെ കാണിച്ചപ്പോഴേക്ക് ഒരുപാട് ജനങ്ങളെയൊക്കെ കാണിക്കാം. അത്രയും തിരക്കുണ്ടല്ലോ അവിടെ. കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവർക്ക് എല്ലാവരും സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം അത്ര സൂപ്പറായിട്ട് ആ ഒരു പർട്ടിക്കുലർ സീൻ അവർ എടുത്തു. കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടൻ പറയുന്ന പോലെ മേക്ക് ബിലീഫ് ആണല്ലോ മോനെ സിനിമ. ഒടുക്കത്ത മേക്ക് ബിലീഫായി പോയത്. ഇത് സെറ്റാണ്. ഈ ബ്രഹ്മയുഗം കണ്ടപ്പോൾ ഇത് സെറ്റാന്ന് പറഞ്ഞപ്പോഴേക്കും വാ പൊളിഞ്ഞിരുന്നു. മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോഴും സെറ്റാന്ന് പറഞ്ഞപ്പോൾ വാ പൊളിഞ്ഞിരുന്നു. ഇതേ അവസ്ഥയായിരുന്നു ഇതിന്റെ അവസ്ഥ. ശരിയാണ്. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നോക്കണം, അയ്യോ ഇനിയിപ്പോൾ എവിടെയും പോയി എടുക്കണ്ടല്ലോ, ഇതുപോലെ സെറ്റ് ഇടുന്ന ആൾക്ക് എത്ര. ഒരു കാര്യം എനിക്ക് പറഞ്ഞാൽ പറ്റുള്ളൂ, സെറ്റ് ഇടുന്നതിൽ ഒരു സെപ്പറേറ്റ് കാറ്റഗറി അവാർഡ് ഇത്തവണ വർഷം തൊട്ട് തുടങ്ങിക്കൊള്ളാം. കാരണം അത് കൊടുക്കേണ്ട വകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബിഹൈൻഡ് ദ സീൻസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ കാണാമായിരുന്നു സെറ്റിന്റെ. അത് ശരിയാണ്. എങ്ങനെയാണ് ഈവൻ മഞ്ഞുമൽ ബോയ്സിന്റെ ആണെങ്കിലും എനിക്ക് എങ്ങനെ എടുത്തെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ. കാരണം ആ സെറ്റ് ചെയ്യണത് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കത് എങ്ങനെ അതേപോലെ ആക്കി എടുത്തോ ഒന്ന് കാണണം എന്നുള്ളത്. അത് തെർമോക്കോളിലാണോ ഉണ്ടാക്കിയത്, എന്താണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണോ? ഇതിനിടെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സെറ്റിലുള്ള കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ളൊരു ഡൗട്ടാണ്. പൃഥ്വിരാജ് ഈ സിനിമ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആലിപ്പഴം എങ്ങനെയാണ് നിങ്ങൾ ആടുജീവിതത്തിൽ ഷൂട്ട് ചെയ്തത്? ആലിപ്പഴം നിങ്ങൾ എന്താ ചെയ്തത്? മറ്റേ ഐസ് ക്യൂബ്സ് മറ്റേ ഹെലികോപ്റ്ററിന്റെ മോളിൽ നിന്ന് എറിഞ്ഞ എന്താ ചെയ്തത്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് എന്താന്നുള്ളത്. അതെങ്ങനെ എടുത്ത് ആലിപ്പഴം എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല നമുക്കൊരു വേറൊരു കാര്യം അറിയോ, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ നമ്മുടെ ശ്രീനാഥ് ബാസി ആ മോളിൽ നിന്ന് ഇങ്ങനെ വീണ സീനില്ലേ, ആ സമയത്ത് ശ്രീനാഥ് ബാസി മൊത്തം ഇങ്ങനെ ചെളിയിൽ പെരണ്ടല്ലേ ഇരിക്കുന്നത്. ആ ചെളി എന്താണെന്നറിയോ, ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതാണ് മേത്തേക്ക് തേച്ച് വെച്ചേക്കണത്. അത് ശരി. ഞെട്ടൂലേ? കാരണം വെച്ചാൽ നമ്മളുടെ മനസ്സിൽ ചെളിയാണ്, പക്ഷെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കൂടി ഇല്ല. അതൊക്കെ ആർട്ട് ഡയറക്ടറിന്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. വീണ്ടും പറഞ്ഞ പോലെ മേക്ക് ബിലീഫ് അല്ലേ മോനെ സിനിമ. അത് തന്നെ, വേറെ ഒന്നും പറയില്ല. അമ്മാരി സാധനമാണത്. അപ്പൊ ഗുരുവായൂരമ്പലം ആണെങ്കിലും അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ വെക്കേഷനിൽ പിള്ളേരെയും കൊണ്ട് കാണാൻ പറ്റിയ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. പൊതുവെ വനിതാ വിനീതയിലൊക്കെ വരുമ്പോഴാണ് ആ ഒരു എന്താ പറയുക കോമഡി നമുക്ക് കുറച്ചും കൂടെ വർക്ക് ആവുന്നത്. ഈവൻ ഞങ്ങൾ ആവേശ ഫോറം മാളിൽ പോയപ്പോഴേക്കും ഓഡിയൻസ് അതുപോലത്തെ ചത്തവിഞ്ഞ ക്രൗഡൊന്നും അല്ലായിരുന്നു ഇത്. പക്ഷെ ഈ പ്രാവശ്യം PXL ഞങ്ങൾ കണ്ടപ്പോഴേക്കും എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത് ചിരിച്ച ഒരു സിനിമയാണ്. ഭയങ്കരമായിട്ട്. ഈവൻ PXL നല്ല ഫസ്റ്റ് ടൈമാണ് PXL അത്രയും ഫുൾ സ്ക്രീനിൽ കാണാൻ. ഞാനും ഫുൾ സ്ക്രീനിലാണ്. ഞാൻ ഫുൾ സ്ക്രീൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെനിക്ക് പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് മൂന്നാമത് കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഫുൾ സ്ക്രീൻ എഡ്ജ് ടു എഡ്ജ് ഈ സിനിമ മൊത്തത്തിൽ ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം അനുപ അങ്ങനെ കണ്ടിട്ടില്ല. അനുപ പിന്നെ ഡ്യൂണിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ, പക്ഷെ അമ്മ ഒന്നും കണ്ടിട്ടില്ല ഫുൾ ലെങ്ത്തിൽ. അച്ഛനമ്മയും പിന്നെ ഫോറം മാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിട്ടായിരുന്നു. അവർക്ക് എന്തോ ഈ സിനിമ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിന് ഇഷ്ടമായി, സിനിമയും ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമയും ഇഷ്ടമായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തിയേറ്റർ ഭയങ്കരമായിട്ട്. അമ്മ എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ
പൊതുവേ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴേക്കും ഫ്രണ്ടിൽ ഒരു ഹൈറ്റ് ഉള്ള ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കുറച്ചും കൂടെ ഒന്ന് നഷ്ടമാവുമല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ സീറ്റ് ഓരോന്നും ഹൈറ്റിലായതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ സീറ്റിംഗ് ആണെങ്കിലും അമ്മ അടിപൊളിയാന്നാ പറഞ്ഞത്. അച്ഛനും ഭയങ്കര ഇഷ്ടം. അവിടുത്തെ സീറ്റിന്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് ഈ നമ്മുടെ ഈ തൊടയുടെ ഈ ഭാഗം അവിടെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഒരു സോഫ്റ്റ് കുഷ്യനിൽ നിൽക്കും. അത് ഐമാക്സിൽ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഐമാക്സിലെ സെയിം സീറ്റാണ്, ട്രിവാൻഡ്രം ഐമാക്സിലെ അതേ സീറ്റ്, ഫെർക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സീറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ക നമ്മുടെ പ്രസാദിലൊക്കെ ഉള്ള പോലെ അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് നല്ലപോലെ ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അപ്പോഴും ഞാൻ ഒരു കാര്യം പറയും, PXL അടിപൊളി തന്നെയാണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഞങ്ങൾ ആ ഫസ്റ്റ് ഡേ വനിതയെ കണ്ട ക്രൗഡ്, അത് തിയേറ്ററിൻ്റെ അല്ല, ക്രൗഡ് ആ ക്രൗഡ് പറഞ്ഞാലോ നിങ്ങൾ അത് വേറെ ലെവല്. പറ്റിയാൽ ഏതെങ്കിലും ഒരു അടിപൊളി സിനിമ ഫസ്റ്റ് ഷോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും അത് കാണാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. കാരണം അത് വേറൊരു ലെവൽ തന്നെയാണ്. ആ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വിത്ത് ആ ഒരു ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ ഒപ്പം കാണുമ്പോഴുള്ളൊരു ത്രില്ലുണ്ടല്ലോ, അത് പല സിനിമകൾക്കും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ജയിലർ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. KGF 2 നമ്മുടെ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇതൊക്കെ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ RDX, പ്രേമല്ലു, പ്രേമം, ഇതൊക്കെ ഫസ്റ്റ് ഡേ കണ്ടപ്പോഴുള്ള ഫീല്. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഷോ കണ്ടത് ഒരു രക്ഷയില്ലാത്ത അനുഭവമായിരുന്നു അത്. അപ്പോൾ തിയേറ്ററിന് മാത്രമല്ല, അവിടെ വന്ന് നിങ്ങളുടെ ചുറ്റുമിരിക്കുന്ന ക്രൗഡും ഒരു വലിയ കാരണമാണ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. ശരിയാണ്. ആദ്യമായിട്ട് കാണുമ്പോൾ വെച്ചാൽ ഒരുപാട് പേരും ഉണ്ടാവും, അവരുടേതായ ഫീലിങ്സും അവർ കാണിക്കും. നമ്മുടെ ശീല മറ്റേ സിനിമ പറയണ പോലെയാണ്, ഈ കെട്ടിയിട്ട പോലെ ഒന്ന് തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ കണ്ടിട്ട് എന്ത് രസമാണ്. അതിലൊരു രസം ഉണ്ടാവുമായിരിക്കും, ചിലവർക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആർത്തും ഉല്ലസിച്ച് തിയേറ്ററിൽ വന്ന് ആഘോഷിച്ച് കാണുമ്പോൾ ഒരു ഫീല് വേറെ തന്നെയാണ്. ഞങ്ങൾ അടുത്ത ടെർബോയ്ക്ക് വെയിറ്റിംഗ് ആണ്. നാളെ രാവിലെ ടെർബോ ഉണ്ട്. ഇതൊക്കെ കൂടാതെ പറയാൻ വിട്ടുപോയ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ മൂന്നാമത് കണ്ടപ്പോഴും എനിക്ക് ഈ സിനിമ ബോറടിച്ചില്ല. എനിക്ക് ഒട്ടും ബോറടിച്ചില്ല. ശരിക്കും ബോറടിക്കൂല, കാര്യം എൻജോയ് ചെയ്ത് കാണും. അത് ചിലവർക്ക് ബോറടിച്ചിട്ടുണ്ടോ, ഞാൻ അവരുടെ അഭിപ്രായം മാനിക്കുന്നു. കാരണം ചില ആൾക്കാരുടെ ഒരു കപ്പ് ഓഫ് ടീ ആവണമെന്നില്ല. സിനിമ ഭക്ഷണം പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ തന്നെയാണ്. ഇപ്പം അമ്മക്ക് വളരെ ഇഷ്ടമുള്ള സിനിമ എനിക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ട്, അനുഭവിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഞാൻ മാനിക്കുന്നു. ചിലവരെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി കോമഡി കേട്ടിട്ട് ആ കോമഡി ഓൾറെഡി കേട്ട് പിന്നെ ചിരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കുറേ പേർക്ക് ഉണ്ടാവുമല്ലോ. ആ സെയിം കോമഡി തന്നെയാണല്ലോ റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് തേർഡ് ടൈം കണ്ടപ്പോഴും ഞാൻ പുതിയതായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് എല്ലാം ആ ഒരു രീതി തന്നെ, ഈവൻ PXL ആയതുകൊണ്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. പിന്നെ ഫാമിലി ആയിട്ട് കൂടെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആവേശമാണ്. ഇപ്പം ഞാനും ഏട്ടനും മെയിനായിട്ട് നോക്കിയെന്ന് വെച്ചാൽ ഓരോ കോമഡി വരുമ്പോൾ ഞാൻ ഇവരെ നോക്കുമായിരുന്നു, ഇവരെങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ ഓഡിയൻസിനെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറ്റി. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഇന്ന സ്ഥലത്ത് എങ്ങനെ ഓഡിയൻസ് റിയാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ മെയിൻലി നോക്കിയെന്ന് വെച്ചാൽ ഒരു നല്ല കോമഡി സീൻ വന്നപ്പോൾ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഓഡിയൻസിനൊക്കെ നോക്കുക, അവരത് എൻജോയ് ചെയ്തോ, അവർ ചിരിച്ചോ, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് അത് കോമഡി വർക്കൗട്ടായി. പക്ഷെ ഫുൾ ഓഡിയൻസ് ആ എവിടെയൊക്കെ കോമഡി ഉണ്ടോ എല്ലാവരും ഒരേപോലെ ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ടൊരു മൂവിയാണ്. ഈവൻ ഞങ്ങൾ മൂന്നാമത് കണ്ടുകൊണ്ട് ഇതിലെ ഓരോ സീൻ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാം കാണാപ്പാട് പോയി. മൂന്നാമത്തെ തവണ കണ്ടപ്പോഴേക്കും ബ്രേക്കപ്പ് വരും, ഇപ്പം എന്ത് സംഭവിക്കും, അവിടെ നിന്ന് എവിടെ ടൈറ്റിൽ എഴുതി കാണിക്കും, എന്ത് സംഭവിക്കും, അവിടുത്തെ കളർ എന്തായിരുന്നു, ഇവിടുത്തെ കളർ എന്തായിരുന്നു, ഒക്കെ മനസ്സിലായി 3 തവണ കണ്ടപ്പോഴേക്കും. അപ്പോൾ എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസ് ആവണമെന്നില്ല, നിങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആവും. അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യതയോടെ കമൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. തെറി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടാൻ പാടില്ല, ആ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അങ്ങനെയുള്ള ഉള്ള കമൻറ്റൊക്കെ ഞാനത് തൂളക്കളയും, അത്രേ ഉള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കണ്ടുവെക്കാം, അത്രേ ഉള്ളൂ. എങ്കിലും ഇതിന് തെറ്റു പറയാനൊന്നുമില്ല. സിനിമ ഒട്ടും തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണിത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ നാളെ ടെർബോ കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. എന്തായാലും ബൈ. ഇവിടെ ഉടുക്കത്തെ മഴയാണ്, അതുകൊണ്ടാണ് ഇന്ന് മൈക്ക് എടുത്തത്. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓവർലാപ്പ് വരും, ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ പുറത്ത് പൊരിഞ്ഞ മഴയാണ്, ഇടിമിന്നലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൈക്ക് വെച്ച് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ശരി, ടാറ്റ.